മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11:6. ഈശോ പറഞ്ഞു, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ നാട്ടിൽ പ്രചാരമുള്ള ഒരു കഥയുണ്ട്. ഒരു മദാമ്മയുടെയും അവളുടെ വേലക്കാരന്റെയും കഥ. മദാമ്മ അറിയപ്പെടുന്ന മിഷണറിയാണ്. പകൽ മുഴുവൻ സുവിശേഷ പ്രഘോഷണം നടത്തി തിരിച്ചു വരുന്ന അവർ തനിക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ ശരിയായില്ല, ഉപ്പ് കൂടിപ്പോയി എന്നൊക്കെ കാരണം പറഞ്ഞ് വേലക്കാരനെ സ്ഥിരമായി വഴക്ക് പറയുമായിരുന്നു. പാവം വേലക്കാരനാകട്ടെ അവൾ പറയുന്നതിന് എതിരൊന്നും പറയാതെ വിനീത മനസ്സോടെ പാചകം കൂടുതൽ ഭംഗിയാക്കുവാൻ പരിശ്രമിച്ചു. ഒരിക്കൽ താമസിച്ചെത്തിയ മദാമ്മ കറിക്കെന്തോ കുറ്റം പറഞ്ഞ് പാത്രമെടുത്ത് വേലക്കാരന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഉറങ്ങാൻ പോയി. ഉറക്കത്തിൽ അവൾ മനോഹരമായ സ്വപ്നം കണ്ടു. സ്വർഗത്തിന്റെ കവാടത്തിലാണ് ഇപ്പോൾ മദാമ്മ. ദൈവദൂതൻ അവളെ അകത്തേക്ക് ആനയിച്ചു. വിശാലമായ സ്വർഗനാട്ടിലൂടെ നടന്ന മദാമ്മയ്ക്ക് മനോഹര കെട്ടിടങ്ങളും ചെറു വീടുകളും കാണുവാൻ കഴിഞ്ഞു. അതിൽ സുന്ദരമായ വീട് കണ്ട് മദാമ്മ ദൂതനോട് ചോദിച്ചു, രത്നങ്ങളാൽ അലങ്കൃതമായ ഈ ഭവനത്തിലാണോ ഞാൻ താമസിക്കുക? ദൂതൻ മന്ദഹസിച്ചിട്ട് പറഞ്ഞു, അല്ല, ഇത് മാടത്തിന്റെ വേലക്കാരനുള്ള വീടാണ്. അതിസുന്ദരമായ ഈ വീട് തന്റെ വേലക്കാരന് വേണ്ടി നിർമ്മിച്ച ദൈവത്തോട് മദാമ്മയ്ക്കുള്ളിൽ ഇത്തിരി വെറുപ്പ് തോന്നി. ഒരു വേലക്കാരന് ദൈവം ഈ വീട് നൽകിയെങ്കിൽ ഫുൾ ടൈം സുവിശേഷ പ്രവർത്തകയായ തന്റെ വീട് എത്ര മനോഹരമായിരിക്കും. മദാമ്മ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ദൂതൻ കുറെ ദൂരം അവനെ നയിച്ചു. എന്നിട്ടൊരു ചെറ്റക്കുടിൽ കാണിച്ചു പറഞ്ഞു, മാഡം, ഇതാണ് നിങ്ങൾക്കുള്ള വീട്. ആ വീട് കണ്ട് മദാമ്മ നടുങ്ങി തെറിച്ചുപോയി. കാറ്റിൽ ഉലഞ്ഞു തകർന്നുപോയ ഒരു ചെറ്റക്കുടിൽ. മാത്രമല്ല, ചിലന്തി, പാറ്റ, പഴുതാര, പാമ്പ്, പല്ലി തുടങ്ങിയ നികൃഷ്ട ജന്തുക്കളെയെല്ലാം ആവാസകേന്ദ്രം കൂടിയായിരുന്നു അവിടെ. ഒരു പ്രേത മന്ദിരം. മദാമ്മ കോപത്തോടെ അലറി. ഭൂമിയിൽ മുഴുവൻ ദൈവവചനം പ്രഘോഷിച്ച് ഓടി നടന്ന് എനിക്ക് ഈ വൃത്തികെട്ട വീടും എനിക്ക് വേണ്ടി ചീത്ത ഭക്ഷണം ഉണ്ടാക്കി തന്ന വേലക്കാരൻ വലിയൊരു കൊട്ടാരവും, ഇതെവിടുത്തെ നീതിയാണ്? ദൈവദൂതൻ മന്ദസ്മിതത്തോടെ പറഞ്ഞു, ഭവതി, നിങ്ങൾ ദൈവവചനമെന്ന പേരിൽ ഭൂമിയിൽ ഭൗതിക സമ്പത്ത് നേടി. നിങ്ങളുടെ വേലക്കാരനാകട്ടെ വിനയവും കരുണയും ശുദ്ധ മനസ്സും സമ്പാദിച്ചു. അതുകൊണ്ട് അവന് സ്വർഗരാജ്യത്തിൽ കൊട്ടാരം പണിയാൻ ദൈവം ഞങ്ങളോട് കൽപ്പിച്ചു. ആ വാക്കുകൾ മദാമ്മയുടെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കുക അസാധ്യമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതെ, തമ്പുരാനിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, തമ്പുരാനുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നീക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.